ആദ്യമേ തന്നെ ഏറ്റവും അഭിമാനം തോന്നിയൊരു കാര്യം പറയട്ടെ. അനൗൺസ്മെന്റിലൂടെ ഹൈപ്പ് നേടുകയും പിൽക്കാലത്ത് ഡ്രോപ്പ് ചെയ്യുകയും ഷെൽവ് ചെയ്യുകയും ചെയ്ത ചില സിനിമകളെ പറ്റി നമ്മൾ കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ സംസാരിച്ചിരുന്നു. അതിന്റെ ഭാഗമായിട്ട് സ്റ്റാറിംഗ് പൗർണമി എന്ന സിനിമയെ കുറിച്ചും നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അപ്പോ ഈ സ്റ്റാറിംഗ് പൗർണമിയുടെ ട്രെയിലറിന്റെ താഴെ വന്ന കമന്റുകൾ കണ്ടിരുന്നു. വല്ലാത്തൊരു സന്തോഷം തോന്നി. കാരണം നമ്മൾ പറഞ്ഞിട്ട് നമ്മുടെ ഫിലിമി ടോക്സ് ചാനലിലൂടെ ഇത്രയും നല്ലൊരു സിനിമയാകേണ്ടിയിരുന്നൊരു സിനിമയുടെ ട്രെയിലറിനെ കുറിച്ച് കുറച്ച് പേർ അറിയുകയും അത് കണ്ട് അവർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ സന്തോഷവും അഭിമാനവും ഉണ്ട്. അതുപോലെ തന്നെ അഖില ശശിധരൻ ഉൾപ്പെടെയുള്ള നമ്മുടെ ക്രഷായി അപ്രത്യക്ഷരായ നായികമാർ ഇപ്പോൾ എവിടെ എന്നൊരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു മെയ് 18. ആ വീഡിയോ വന്ന് കൃത്യം ഒരു മാസം തികയും മുൻപ് ജൂൺ 12 അഖില ശശിധരന്റെ ഇന്റർവ്യൂ യൂട്യൂബിൽ വന്നു. നമ്മുടെ വീഡിയോയുടെ ഇമ്പാക്റ്റ് ആണെന്ന് ചിലർ പറയുന്നു, ചിലപ്പോൾ യാദൃശ്ചികതയുമായിരിക്കാം. എന്തായാലും എന്തെങ്കിലുമൊക്കെ തരത്തിൽ ഫിൽമി ടോക്സ് ഇവിടെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട് എന്നത് സന്തോഷമാണ്, അഭിമാനമാണ്. താങ്ക് യു ഗൈസ്, താങ്ക് യു. അപ്പോൾ ഇനി കാര്യത്തിലേക്ക് വരാം. ഈ ഡ്രോപ്പായി പോയ സിനിമകളുടെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നല്ലോ. ആ ഒരു ലിസ്റ്റ് ആ ഒരു ഒറ്റ വീഡിയോയിൽ ഒതുങ്ങുന്നതായിരുന്നില്ല. അതുകൊണ്ട് ആ സീരീസിലെ 2ാം ഭാഗത്തിലേക്ക് സ്വാഗതം. വെൽക്കം ടു ഫിൽമി ടോക്സ്. കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് ടൊവിനോ തോമസിന്റെ ഡ്രോപ്പായ പടങ്ങളെ പറ്റിയാണ് പറഞ്ഞിരുന്നത്. ഈ ലിസ്റ്റ് ഒന്ന് കണ്ടു നോക്ക്, അത് ബാലൻസ് ആവും. ചിലരൊക്കെ ഇപ്പോഴേ അറിഞ്ഞ് ആ വാർത്തയുമായിട്ട് പൊരുത്തപ്പെട്ട് കാണും. എന്നാലും അറിയാത്തവർക്ക് ഒരു ഷോക്ക് കൊടുത്തോണ്ട് തുടങ്ങാം. റംബാൻ. മോഹൻലാൽ ജോഷി സൂപ്പർ ഹിറ്റ് കോംബോ വീണ്ടും ഒരുമിക്കാൻ പോകുന്ന വാർത്ത നമ്മളെയൊക്കെ കോരി തെറിപ്പിച്ചതാണ് അല്ലെ. പ്രത്യേകിച്ച് ചെമ്പൻ വിനോദിന്റെ സ്ക്രിപ്റ്റിൽ പടം ഒരു ഹൈ ഒക്ടൈൻ ആക്ഷൻ പടമായിരിക്കുമെന്ന് അനൗൺസ്മെന്റ് സമയത്തെ ക്രൂ സൂചന തന്നതാണ്. അമേരിക്കയായിരുന്നു റംബാന്റെ പ്രധാന ലൊക്കേഷൻ. ഏതൊരു മോഹൻലാൽ ഫാനും ആഗ്രഹിച്ചു പോകുന്ന നല്ല അഡാർ ക്രൂ. വിഷ്ണു വിജയ്, സമീർ താഹിർ, വിവേക് ഹർഷൻ, മഷർ ഹംസ, റോണക് സേവ്യർ. പറഞ്ഞിട്ടെന്ത്, പടം ഉപേക്ഷിക്കപ്പെട്ടു എന്നാണ് അറിയുന്നത്. കാരണം ഒരു കൂട്ടർ പറയുന്നു ടർബോയുമായി സാമ്യം വന്നതുകൊണ്ടാണെന്ന്, മറ്റൊരു കൂട്ടർ പറയുന്നു പണി എന്ന പടവുമായിട്ട് സാമ്യം വന്നതുകൊണ്ടാണെന്ന്. എന്നാലും ഇന്നത്തെ ജനറേഷനിലെ പുലികൾ ജോഷിയെപ്പോലൊരു മാസ്റ്റർ ഫിലിം മേക്കറുടെ കൂടെ മോഹൻലാലിനെ വെച്ചൊരു പടം ചെയ്യുമ്പോൾ അതെങ്ങനെ വരുമെന്നറിയാൻ നമുക്കൊക്കെ ഭാഗ്യമില്ലാതെ പോയി. അല്ലാതെന്ത് പറയാൻ. ഇടയ്ക്ക് ലാലേട്ടന് പകരം നമ്മുടെ അമ്പാൻ സജിൻ ഗോപുവിനെ നായകനാക്കി സെയിം പ്രോജക്റ്റ് ചെമ്പൻ വിനോദ് ചെയ്യുന്നു എന്നൊരു ന്യൂസും വന്നിരുന്നു. ഇനി അത് ഈ അമ്പാൻ റൈമിംഗ് വെച്ചിട്ട് വല്ലവനും പടച്ചുവിട്ട ഫേക്ക് ന്യൂസ് ആണോ എന്നും അറിയില്ല. ചിലപ്പോഴൊക്കെ പടങ്ങൾ ഡ്രോപ്പ് ആവുമ്പോഴോ അല്ലെങ്കിൽ ഇത്തിരി എക്സ്റ്റെൻഡ് ആവുമ്പോഴോ ഒക്കെ ആ താരവും സംവിധായകനും തമ്മിൽ ആ ഒരു ഗ്യാപ്പിൽ മറ്റൊരു പടം സംഭവിക്കാറുണ്ട്. അങ്ങനെ കാസനോവ നീണ്ടുപോയപ്പോൾ സംഭവിച്ചതാണ് ഇവിടം സ്വർഗമാണ്. അതുപോലെ ഇതേ ക്രൂവിനെ നിലനിർത്തി മറ്റൊരു പടം സംഭവിച്ചെങ്കിലും മതിയായിരുന്നു അല്ലേ. കൈരളി ഒരു സിനിമയായിരുന്നെങ്കിലെന്ന് റിയൽ സ്റ്റോറി കേട്ടാൽ ആരും കൊതിച്ചു പോകുന്ന ചില കഥകളുണ്ട്. അത്തരത്തിലൊരു പ്രോജക്റ്റ് നമുക്ക് കൈവിട്ടു പോയിട്ടുണ്ട്. കേരളത്തിന്റെ ടൈറ്റാനിക് സിനിമയല്ല, കപ്പൽ. അപ്പോ കേരളത്തിന്റെ ടൈറ്റാനിക് എന്നറിയപ്പെട്ട MV കൈരളി എന്ന ബൾക്ക് കാരിയർ കപ്പലിന്റെ തിരോധാനത്തിന്റെ കഥ പറയാനിരുന്ന കൈരളിയായിരുന്നു ആ പടം. സിനിമാറ്റോഗ്രാഫർ ജോമോണ്ടി ജോണിന്റെ ആദ്യ സംവിധാന സംരംഭം. നായകനും നിർമ്മാതാവും നിവിൻ പോളി. സിദ്ധാർത്ഥ ശിവയുടെ സ്ക്രിപ്റ്റ്. ഇതിന്റെ യഥാർത്ഥ കഥ കൂടി ഞാൻ പറയാം. കേരള ഷിപ്പിംഗ് കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലായിരുന്ന നോർവേ മെയ്ഡ് കപ്പലായിരുന്നു MV കൈരളി. അത് 1975 5.81 കോടി രൂപയ്ക്ക് കേരളം വാങ്ങുകയും കൈരളി എന്ന് പേരിടുകയും ചെയ്തു. അവസാന യാത്രയ്ക്ക് 1979 ജൂൺ 30 കപ്പൽ ഗോവയിലെ മർമഗോവിൽ നിന്നാണ് പുറപ്പെട്ടത്. ലക്ഷ്യം കിഴക്കൻ ജർമ്മനിയിലെ റോസ്റ്റോക്ക് പോർട്ട് വഴി ആഫ്രിക്കയിലെ ജിബൂട്ടി. കപ്പലിൽ ഉണ്ടായിരുന്നത് 20,538 ടൺ ഭാരമായിരുന്നു. അവസാനമായി അതിൽ നിന്ന് സിഗ്നൽ കിട്ടുന്നത് 1979 ജൂലൈ 3 ഗോവ തീരത്ത് നിന്ന് 500 മൈൽ അകലെയാണ്. പിന്നീട് കപ്പലിൽ ഉണ്ടായിരുന്ന 49 പേരുമായി MV കൈരളി അപ്രത്യക്ഷയാവുകയായിരുന്നു. അന്നത്തെ ടെക്നോളജിയുടെ കുറവുകൾ കാരണം കപ്പലിൽ നിന്ന് ലാസ്റ്റ് സിഗ്നൽ വന്ന് 13 ദിവസങ്ങൾക്ക് ശേഷമാണ് നേവിക്ക് തിരച്ചിൽ തുടങ്ങാനായത്. പക്ഷേ ഒരു സൂചനയും ഒരു അവശിഷ്ടവും കണ്ടുകിട്ടിയില്ല. ഈർപ്പം കൂടുതൽ അബ്സോർബ് ചെയ്യുന്ന സാധനങ്ങൾ കാർഗോയിൽ ഉള്ളത് കാരണം മോശം കാലാവസ്ഥ ബാധിച്ചിട്ടുണ്ടാവാം. കപ്പലിന് ഭാരവും കൂടുതലായിരുന്നു. യാത്ര പുറപ്പെടുന്നതിന് മുമ്പായി ക്യാപ്റ്റൻ മറിയാദാസ് ജോസഫ് കപ്പലിലെ റഡാറിന്റെ പ്രവർത്തനത്തിൽ അപാകതയുണ്ട് എന്ന് പറഞ്ഞിരുന്നു. പിന്നെ പൈറേറ്റുകൾ ആക്രമിച്ചിട്ടുണ്ടാകാം, വേറെന്തെങ്കിലും അട്ടിമറികൾ സംഭവിച്ചതാകാം എന്നിങ്ങനെ പല തിയറികളുണ്ട് ഈ കപ്പലിന്റെ കാണാതാവലിനെ പറ്റി. ഇതിന് കോൺസ്പിറസി തിയറിസ്റ്റുകൾക്ക് കൊടുത്താൽ ഏലിയൻ അബ്ഡക്ഷൻ, ബ്ലാക്ക് ഹോൾ, ബർമുഡ ട്രയാങ്കിൾ, പാരലൽ വേൾഡ് തിയറികളൊക്കെ ഇങ്ങനെ ഒഴുകും. പറഞ്ഞു ഒഴുകായി. വല്ലാത്തൊരു കഥ തന്നെ അല്ലേ. പക്ഷേ
നിർഭാഗ്യവശാൽ ഈ പ്രോജക്റ്റ് ഉപേക്ഷിക്കപ്പെട്ടു. ബഡ്ജറ്റ് വല്ലാതെ കൂടുതലാവുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു. പിന്നെ ആരെങ്കിലും മുൻകൈ എടുത്ത് സിനിമയാക്കണമെന്ന് ഇപ്പൊ എന്നെ പോലെ നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ടാവും അല്ലേ? വിമാനം സിനിമയുടെ സംവിധായകൻ പ്രദീപം നായർ പൃഥ്വിരാജിനെ നായകനാക്കി അനൗൺസ് ചെയ്തൊരു പ്രോജക്റ്റ് ആയിരുന്നു മീറ്റർ ഗേജ് 1904. ലിസ്റ്റിൻ സ്റ്റീഫൻ ആയിരുന്നു ഈ സിനിമയുടെ പ്രൊഡ്യൂസർ. 1900 തുടങ്ങി 2 വർഷം കൊണ്ട് നിർമ്മാണം തീർത്ത് 1904 ഉദ്ഘാടനം ചെയ്യപ്പെട്ട കൊല്ലം ചെങ്കോട്ട മീറ്റർ ഗേജ് നിർമ്മാണം ബേസ് ചെയ്തായിരുന്നു ഈ പടത്തിന്റെ കഥ. ഇന്നും കൊല്ലം ചെങ്കോട്ട മീറ്റർ ഗേജ് ഒരു എഞ്ചിനീയറിംഗ് മാർവൽ തന്നെയാണ് അല്ലേ? അതെങ്ങനെ സാധ്യമായി? അതിനുവേണ്ടി ചീഫ് എഞ്ചിനീയർ കുരുവിളയ്ക്കും കൂട്ടർക്കും എന്തൊക്കെ പ്രയാസങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നു എന്നതൊക്കെ ആവണം പടത്തിന് പറയാനുണ്ടായിരുന്നത്. എഞ്ചിനീയർ കുരുവിള എന്ന സെൻട്രൽ ക്യാരക്ടർ ആയിരുന്നു പൃഥ്വിരാജ് ചെയ്യാനിരുന്നത്. ഉറപ്പായും വളരെ വലിയൊരു പ്രൊഡക്ഷൻ കോസ്റ്റ് ഈ സിനിമയ്ക്ക് ആവുമെന്നതിൽ സംശയമൊന്നുമില്ല. വിമാനത്തിന്റെ റിലീസിന് മുന്നേ അനൗൺസ് ചെയ്ത പ്രോജക്റ്റ് ആയിരുന്നു മീറ്റർ ഗേജ് 1904. പിന്നീട് വിമാനം പരാജയപ്പെടുകയും മീറ്റർ ഗേജിനെ പറ്റി അപ്ഡേറ്റുകൾ ഇല്ലാതാവുകയും ചെയ്തു. സംവിധായകൻ പിന്നീട് ഒരു സിനിമയുമായി ഇതുവരെ തിരിച്ചു വന്നിട്ടുമില്ല. ഇതും ഒരു പറയപ്പെടേണ്ട കഥ തന്നെയാണ് അല്ലേ? നിങ്ങൾക്ക് നിരാശപ്പെടേണ്ടി വരില്ല, നെഞ്ചും വിരിച്ച് ഇറങ്ങി വരാം. നിങ്ങൾക്ക് നെഞ്ചും വിരിച്ച് ഇറങ്ങി വരാം തിയേറ്ററിൽ നിന്ന് കുടിയൻ കണ്ടിട്ട്. നിങ്ങളെ നിരാശപ്പെടുത്തില്ല, ദൈവം അനുഗ്രഹിക്കട്ടെ. ആ നെഞ്ചുവിരിപ്പിന് ശേഷം വി എ ശ്രീകുമാർ അനൗൺസ് ചെയ്ത പ്രൊജക്റ്റ് ആയിരുന്നു മിഷൻ കൊങ്കൺ. ഇത്തവണ മെയിൻ ആയിട്ട് ഹിന്ദിയിലും പിന്നെ എല്ലാ സൗത്ത് ഇന്ത്യൻ ഭാഷകളിലും പാരമ്പര്യമായി കിട്ടിയ എഞ്ചിനീയറിംഗ് സ്കില്ലും ഒരു നിർമ്മാണ ശേഷിയും ഉണ്ടായിരുന്ന മലബാർ തീരപ്രദേശത്തെ മാപ്പിള ഖലാസിമാരുടെ വീരകഥയായിരുന്നു പടം പറയാനിരുന്നത്. ഇവര് ഈ കൊങ്കൺ റെയിൽവേയുടെ നിർമ്മാണത്തിൽ വഹിച്ച പങ്കും സിനിമയുടെ ഭാഗമായിരുന്നു. ലാലേട്ടനും രൺദീപ് ഹുഡയുമാണ് പ്രധാന നടന്മാരെന്ന് അന്ന് ചില മീഡിയാസ് ഒക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു. പഴയ കാലം റീക്രിയേറ്റ് ചെയ്യുക, അതും യഥാർത്ഥ കഥകളെ ബേസ് ചെയ്താവുമ്പോൾ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി വയ്ക്കാൻ പറ്റില്ല. ഏത് ഒടിയം പോലെ. ദൈവം അനുഗ്രഹിക്കട്ടെ. അക്യുറസി വേണമെങ്കിൽ നല്ല പൈസ ഇറങ്ങും. അതുകൊണ്ടൊക്കെ ആവണം മിക്ക ചരിത്ര സിനിമകളും അനൗൺസ്മെന്റിൽ ഒതുങ്ങിപ്പോയത്. ഇനി ഇതിൽ വേറൊരു കൗതുകം കൂടെ പറയാം. അതേ വർഷം, അതായത് 2020 ഖലാസിമാരുടെ കഥ പറയുന്ന മറ്റൊരു പടം കൂടി അനൗൺസ് ചെയ്തിരുന്നു. ദിലീപിനെ നായകനാക്കി നവാഗതനായ മിഥുൻ രാജ് സംവിധാനം ചെയ്യാനിരുന്ന ഖലാസി. ഗോകുലം മൂവീസ് ആയിരുന്നു പ്രൊഡക്ഷൻ. ഇന്ത്യയിലെ പല നിർമ്മിതികളിലും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് മലബാറിന്റെ ഖലാസിമാർ. ലോക്ക്ഡൌൺ മാറി ഉടനെ ഷൂട്ട് തുടങ്ങുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും പിന്നീട് ഈ പടത്തെക്കുറിച്ചും ഒരറിവുമില്ല. ഖലാസിമാരെ പറ്റിയുള്ള 2 പടങ്ങളും അനൗൺസ്മെന്റിൽ ഒതുങ്ങിപ്പോയി. ശരിക്കും അവരെ പറ്റി കൂടുതൽ അറിഞ്ഞാൽ ആരെങ്കിലും ആ തീമിൽ ഒരു സിനിമ ചെയ്തിരുന്നെങ്കിലെന്ന് ആഗ്രഹിച്ചു. പറയാൻ ഒരുപാട് ഇൻക്രെഡിബിൾ ചരിത്രമുണ്ടായിട്ടും നമുക്ക് പറയാൻ പറ്റാതെ പോകുന്ന എത്ര ഗംഭീര കഥകളാണല്ലേ. ചരിത്രം കുറെ ആയി അല്ലേ? കുറച്ച് പട്ടിത്താറ്റിന്റെ വകുപ്പുള്ള സാധനം എടുക്കാം. കങ്കണ റണോട്ടിന്റെ ക്യൂൻ സിനിമ എല്ലാവർക്കും അറിയായിരിക്കും. പുള്ളിക്കാരുടെ ഏറ്റവും ഫാൻ ഫോളോയിങ് ഉള്ള സിനിമയാണത്. വലിയൊരു ഹിറ്റുമായിരുന്നു ക്യൂൻ. ഈ പടത്തിന് അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സുപ്രഭാതത്തില് 4 റീമേക്കുകൾ ഒരുമിച്ച് അനൗൺസ് ചെയ്യുന്നു. പരുൾ യാദവിനെ വെച്ച് കന്നഡയിൽ ബട്ടർഫ്ലൈ, തമന്നയെ വെച്ച് തെലുങ്കിൽ ദാറ്റ് ഈസ് മഹാലക്ഷ്മി, കാജൽ അഗർവാളിനെ വെച്ച് തമിഴിൽ പാരീസ്, പിന്നെ നമ്മുടെ മഞ്ജിമ മോഹനെ വെച്ച് മലയാളത്തിൽ സംസം. സണ്ണി വെയിൻ ഉണ്ടായിരുന്നു. പിന്നീട് സൂപ്പർ ഹിറ്റായ ഹനുമാന്റെ ഡയറക്ടർ പ്രശാന്ത് വർമ്മയായിരുന്നു അന്ന് ആ തെലുങ്ക് വെർഷന്റെ ഡയറക്ടർ. എല്ലാ സിനിമകളുടെയും ടീസറും വന്നു. പക്ഷേ ഇതിൽ ട്വിസ്റ്റ് ഉണ്ടായിരുന്ന കാര്യം അവർ ശ്രദ്ധിക്കാത്തതാണോ അതോ പൊട്ടയെന്ന് വെച്ചതാണോ എന്ന് അറിഞ്ഞൂടാ. ക്യൂൻ സിനിമയ്ക്ക് മലയാളത്തിൽ ഓൾറെഡി ഒരു റീമേക്ക് വന്നിരുന്നു. അത് ഒഫീഷ്യലാണോ ചുരണ്ടിയതാണോ എന്നൊന്നും അറിയില്ല. റോമ നായികയായ നമസ്തേ ബാലി, ക്യൂനിന്റെ ഒരു നാപ്റ്റോൾ പതിപ്പായിരുന്നു നമസ്തേ ബാലി. ഒരേ സിനിമയ്ക്ക് ഒരേ ഭാഷയിൽ 2 റീമേക്ക്. ഒരു മലയാളി ഡയറക്ടറിനെങ്കിലും വയ്ക്കാമായിരുന്നു. മഞ്ജുമ മോഹന്റെ സംസമാണോ റോമയുടെ നമസ്തേ ബാലിയാണോ കിടിലമെന്നറിയാനുള്ള ഭാഗ്യം നമുക്കില്ലാതെ പോയി. അനൗൺസ് ചെയ്ത 4 റീമേക്കുകളും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ആരെങ്കിലും ചോദിച്ചോ ഇങ്ങനെ ഒരു പോപ്പുലർ പടമൊക്കെ എടുത്ത് ഒരേ സമയം 4 ഭാഷകൾ റീമേക്ക് അടിക്കാൻ? 2019 25 കോടി രൂപ ബഡ്ജറ്റിൽ പൂർണ്ണമായിട്ടും ദുബായിൽ ഷൂട്ട് ചെയ്യാനിരുന്ന മമ്മൂക്ക പടം അമീർ, കൺഫെഷൻ ഓഫ് എ ഡോൺ, ദുബായ്, മമ്മൂക്ക. ആഹാ, കേൾക്കുമ്പോ മാമനെ ഓർമ്മ വരും. എന്റെ മാമനെ അല്ല, രവി മാമൻ ഫ്രം ദുബായ്. ഗ്രേറ്റ് ഫാദറിനും അബ്രഹാമിന്റെ സന്തതികൾക്കും ശേഷം ഹനീഫ് അദേനി ഇക്ക ഹിറ്റ് കോംബോ വീണ്ടും ആവർത്തിക്കാൻ പോകുന്നതിന്റെ ഹൈപ്പ് ഈ സിനിമയുടെ അനൗൺസ്മെന്റിന് കിട്ടിയിരുന്നു. സാമ്രാജ്യം, മധുരാത്രം പടങ്ങളിലെ നായകന്മാരെ പോലെ ഡെപ്തുള്ള ഒരു ഗാങ്സ്റ്റർ സ്റ്റോറി ആയിരിക്കും ഇത് എന്നൊക്കെ അന്ന് ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. ആൻഡ്രോ ജോസഫ് ആയിരുന്നു സിനിമയുടെ പ്രൊഡ്യൂസർ. പക്ഷേ അതും അനൗൺസ്മെന്റിൽ ഒതുങ്ങിയതല്ലാതെ പിന്നീടൊന്നും കേട്ടില്ല. അടുത്തതൊരു മാസ് പടം, പേര് ടർബോ. വെറും ടർബോ അല്ല,
ടർബോ പേറ്റ. ജയസൂര്യയെ നായകനാക്കി മിഥുൻ മാനുവൽ തോമസ് അനൗൺസ് ചെയ്ത പ്രോജക്ട്. പി ബാലചന്ദ്ര ആയിരുന്നു സിനിമയുടെ സ്ക്രിപ്റ്റ്. ഈ പ്രോജക്റ്റ് ഇനി ഉണ്ടാവില്ല എന്ന് മിഥുൻ മാനുവൽ തോമസ് തന്നെ കൺഫേം ചെയ്തതാണ്. അതിന്റെ കാരണം എന്താണെന്നൊന്നും അറിഞ്ഞൂടാ. ഇതേ കഥയാണോ പിന്നീട് വന്ന മമ്മൂക്ക പടം ടർബോയിൽ മാറ്റി അടിച്ചത് എന്ന് അറിഞ്ഞൂടാ. അങ്ങനെ ഒരു ചോദ്യം വന്നിരുന്നുവെങ്കിലും അതും ഇതും തമ്മിൽ ബന്ധമില്ല എന്ന് മിഥുൻ മാനുവൽ അന്ന് പറഞ്ഞിരുന്നു. മമ്മൂക്കയുടെ ടർബോ മിഥുന്റെ സ്ക്രിപ്റ്റ് ആയിരുന്നല്ലോ. നമ്മുടെ ജയസൂര്യയെ ശരിക്കും നല്ല രീതിക്ക് മാസായി ഉപയോഗിച്ചത് ഡി കമ്പനിയിലാണ്. വരാൽ ജെയ്സൺ പോലെ ഒരു ക്യാരക്ടർ ഒന്നും പുള്ളിക്ക് പിന്നീട് കിട്ടിയിട്ടേ ഇല്ല. ജെയ്സനാ പറയണേ, കേട്ടിട്ടുണ്ടാവും, വരാല് ജെയ്സൺ. ഒരു ഫുൾ ഓൺ മാസ് പടമൊക്കെ ഇപ്പോഴും പുള്ളിക്ക് ഗംഭീരമാക്കാൻ പറ്റും. ആ ഒരു ഗ്യാപ്പ് ടർബോ പീറ്റർ ഫില്ല് ചെയ്യുമെന്ന് വിചാരിച്ചപ്പോൾ അതും പോയി കിട്ടി. സിസ്റ്റം പ്രോപ്പർ ആയി കഴിയുമ്പോഴത്തേക്കും കാര്യങ്ങൾക്ക് മാറ്റം വരും, അല്ലെങ്കിൽ ഒരു മാറ്റം വരില്ല, ഇങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കും. മറ്റൊരു ഹനീഫ് അദീനി സ്ക്രിപ്റ്റില് വരാനിരുന്ന പടം കൂടി ഷെൽഫായി ഇരിക്കുന്നുണ്ട്. ആന്റണി വർഗീസിനെ നായകനാക്കി സാക് ഹാരിസ് അനൗൺസ് ചെയ്ത ദേവ് ഫക്കീർ. നല്ല ടൈറ്റിലായിരുന്നു. സ്വാഭാവികമായും ആക്ഷൻ ത്രില്ലർ തന്നെ ആയിരിക്കുമല്ലോ, ആന്റണിയുടെ പടമല്ലേ. കോവിഡ് ഇങ്ങോട്ട് വരുന്നതിന് തൊട്ട് മുമ്പായിരുന്നു പടം അനൗൺസ് ചെയ്തത്. വെറുതെ ഒരു അനൗൺസ്മെന്റ് ആയിരുന്നില്ല, ഒരു ടൈറ്റിൽ ലോഞ്ച് ഫംഗ്ഷനും നടന്നിരുന്നു. ഹനീഫൊക്കെ എഴുതുന്ന സാക് ബ്രോ ഡയറക്റ്റ് ചെയ്യുന്ന നമ്മുടെ പുതിയ സിനിമയാണ് ദേവ് ഫക്കീർ. പക്ഷേ പിന്നീട് ഈ പ്രോജക്റ്റിനെ പറ്റി ഒരു വിവരവുമില്ല. ഈ ഡയറക്ടർ സാക് ഹാരിസ് പിന്നീട് നമ്മുടെ ജോജുവും നരയനും ഒക്കെ വെച്ചിട്ട് അദൃശ്യം എന്നൊരു ബൈലിംഗ്വൽ പടം ചെയ്തിരുന്നു കേട്ടോ. പ്രിയദർശൻ സാർ കാണുന്നുണ്ടല്ലോ അല്ലേ. ഇങ്ങനൊരു വൈറൽ സ്ക്രീൻഷോട്ട് ഓർമ്മയുണ്ടാവണം. കുഞ്ഞാലി മരക്കാർ 4. മമ്മൂക്കയെ നായകനാക്കി സന്തോഷ് ശിവൻ ഓഗസ്റ്റ് സിനിമാസിന്റെ ബാനറിൽ അനൗൺസ് ചെയ്ത ഈ പ്രോജക്റ്റ് അതേ സമയത്ത് തന്നെ മരക്കാർ അറബിക്കടലിന്റെ സിംഹവുമായിട്ട് ക്ലാഷായി ഒരു സമയത്ത് ആരാദ്യം തുടങ്ങുമെന്നുള്ളൊരു കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് വന്നതാണ് ഈ പറഞ്ഞ സ്ക്രീൻഷോട്ട്. എന്നാ അത് ഒഫീഷ്യൽ പേജ് അല്ല എന്നൊക്കെ പിന്നീട് ക്രൂ പറഞ്ഞിരുന്നു. എന്തായാലും ഈ സ്ക്രീൻഷോട്ട് ആയിരുന്നു പടത്തിന്റെ അവസാനത്തെ അപ്ഡേറ്റ്. അതിനുശേഷം പ്രത്യേകിച്ച് ഒഫീഷ്യലായി ഡ്രോപ്പായി എന്ന വാർത്തയൊന്നും വന്നില്ലെങ്കിലും അത് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ലാലേട്ടൻ ചെയ്ത അതേ മരക്കാരനല്ല കേട്ടോ നമുക്ക് ചെയ്യാനിരുന്നത്. അതേ തലമുറയിലെ 4ാം തലമുറക്കാരനായ കുഞ്ഞാലി മരക്കാർ 4ാമന്റെ കഥയാണ് ഈ മമ്മൂക്ക വെച്ചുള്ള പടം പറയാനിരുന്നത്. ആ മരക്കാറ് വന്നതുമില്ല. വന്ന മരക്കാറാണെങ്കിൽ വെട്ടിയിട്ട വാഴത്തണ്ട് പോലെ വീഴുകയും ചെയ്തു. വെട്ടിയിട്ട വാഴത്തണ്ട് പോലെ കിടപ്പ് കണ്ടപ്പ. അടുത്തത് ഷൂട്ട് കഴിഞ്ഞിട്ടും റിലീസാകാത്തൊരു സിനിമയെ പറ്റിയാണ്. ഹൗഡിനി ദ കിങ് ഓഫ് മാജിക്. ആസിഫ് അലിയെ നായകനാക്കി പ്രജേഷ് സെൻ സംവിധാനം ചെയ്ത പടമാണ് ഹൗഡിനി. അനന്തൻ എന്നൊരു മജീഷ്യനായിട്ടാണ് ആസിഫ് അലി ഈ സിനിമയിൽ അഭിനയിച്ചത്. ഗുരു സോമസുന്ദരം, ജഗദീഷ്, ശ്രീകാന്ത് മുരളി തുടങ്ങിയവരും ഈ പടത്തിൽ ഉണ്ടായിരുന്നു. 2023 തന്നെ ഷൂട്ട് ഫിനിഷ് ചെയ്ത പടം പക്ഷേ ഇന്നേ വരെ റിലീസായിട്ടില്ല എന്ന് മാത്രമല്ല യാതൊരു അപ്ഡേറ്റും വന്നിട്ടില്ല. ഇതിനി പ്രൊഡക്ഷൻ പ്രശ്നങ്ങൾ കാരണമാണോ ഇനി മറ്റെന്തെങ്കിലും ആണോ കാരണം എന്നൊന്നും അറിയില്ല. ആർക്കെങ്കിലും ഈ പടത്തിന്റെ സ്റ്റാറ്റസ് അറിയാമെങ്കിൽ കമന്റ് ചെയ്യുക. ഇതുപോലെ ഷൂട്ട് ഫിനിഷ് ചെയ്തിട്ടും ഇതുവരെ പുറത്തു വന്നിട്ടില്ലാത്ത മറ്റൊരു പടം കൂടിയുണ്ട്. ഏതാണെന്നറിയാമോ? ജാലിയൻ വാലാബാഗ്. വിജയ് സേതുപതി മേക്കേഴ്സിനോടൊപ്പം ഇരുന്ന് അനൗൺസ് ചെയ്ത മലയാള പടം. ഈ സംഭവം സോഷ്യൽ മീഡിയയിൽ പരന്നപ്പോൾ തന്നെ ഒരു ഹൈപ്പ് പടത്തിനുണ്ടായിരുന്നു. പടത്തിന്റെ ഒരു ടീസറും ഒരു പാട്ടും ഒക്കെ റിലീസായിരുന്നു. ആ പാട്ടിലെ 51ാമത്തെ സെക്കൻഡിൽ നമ്മുടെ കൊല്ലപ്പെട്ട അഭിമന്യുവിനെ കാണിക്കുന്നുണ്ട്. പൂമരവും മെക്സിക്കൻ അപാരതയും ഒക്കെ വന്ന് ക്യാമ്പസ് രാഷ്ട്രീയ പടങ്ങൾക്കൊക്കെ ഒരു ഡിമാൻഡ് ഉണ്ടായിരുന്ന സമയത്താണ് ജാലിയൻ വാലാബാഗ് അനൗൺസ് ചെയ്യപ്പെട്ടത്. പക്ഷേ ഈ പ്രോജക്റ്റും ഇതുവരെ വെളിച്ചം കണ്ടിട്ടില്ല. ഇതിന്റെ വ്യക്തമായ കാരണം അറിയുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണം. ഡയറക്ടർ വൈശാഖ് അനൗൺസ് ചെയ്ത് കുറേ കാലമായ 2 പ്രോജക്റ്റുകളാണ് ബ്രൂസ്ലിയും ഖലീഫയും. ഇതിൽ ഖലീഫ അടുത്ത് തന്നെ ഷൂട്ട് തുടങ്ങാൻ പോകുന്നതിന്റെ അപ്ഡേറ്റുകളൊക്കെ വരുന്നുണ്ട്. പൃഥ്വിരാജിനെ നായകനാക്കി ചെയ്യുന്ന പടം. പക്ഷേ വലിയ രീതിയിൽ അനൗൺസ് ചെയ്യപ്പെട്ട ബ്രൂസ്ലി ഇനി സംഭവിക്കാൻ സാധ്യതയില്ല. വളരെ പ്രോമിസിംഗ് ആയ ഒരു ക്രൂ തന്നെയായിരുന്നു പടത്തിന് ഉണ്ടായിരുന്നത്. അനൗൺസ് ചെയ്ത് കുറെ കാലമായിട്ടും അനക്കമൊന്നും ഇല്ലായിരുന്നപ്പോൾ ഉണ്ണി മുകുന്ദൻ തന്നെ പ്രോജക്റ്റ് ഷെൽവായ കാര്യം അഡ്രസ് ചെയ്തിരുന്നു. ക്രിയേറ്റീവ് ആയിട്ടുള്ള പൊരുത്തക്കെടുക്കൽ കാരണമാണ് ഷെൽ ചെയ്യുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതെന്താണ് ആ ക്രിയേറ്റീവ് അപ്സെറ്റ് എന്നറിയാനുള്ള ഒരു ത്വര ഉണ്ടെങ്കിലും വച്ചോണ്ടിരിക്കാനല്ലേ പറ്റൂ. ചെന്ന് ചോദിക്കാൻ പറ്റുമോ? പുള്ളി അടിച്ച് കാരണം പുകച്ചു വിട്ട് കഴിഞ്ഞാൽ നമുക്ക് വല്ലതും ചെയ്യാൻ പറ്റുമോ? എന്തേലും ആയിക്കോട്ടെ. ഇനി പറയാൻ പോകുന്നത് പലരുടെയും നെഞ്ച് തകർത്തേക്കാവുന്ന ഒരു കാര്യമാണ് ഹാർട്ട് ബ്രേക്ക്. അതിനെപ്പറ്റിയുള്ള റൂമറുകളാണ് കേൾക്കുന്നത്. ഇതുവരെയും ഒഫീഷ്യലി കൺഫേം ഒന്നും ചെയ്തിട്ടില്ല. കേട്ടത് സത്യമാകരുതേ എന്ന ആത്മാർത്ഥമായ ആഗ്രഹത്തോടെ പറയുന്നു. കഴിഞ്ഞ മാസം ഷൂട്ട് തുടങ്ങാനിരുന്ന കഴിഞ്ഞ വർഷത്തെ ഏറ്റവും വലിയ ഹിറ്റുകളിൽ ഒന്നായ ഒരു പടത്തിന്റെ സീക്വൽ
ഡ്രോപ്പ് ചെയ്യപ്പെട്ടു എന്ന് കേൾക്കുന്നുണ്ട്. ഏതാണ് ആ പടമെന്ന് വല്ല ഗസ്സുണ്ടോ? മനസ്സിലായി കാണുമല്ലോ, അതെ, പ്രേമലു 2. രണ്ടാം ഭാഗം വേണമെന്നൊന്നും ആർക്കും തോന്നിയിരുന്നില്ലെങ്കിലും പടത്തിന്റെ സീക്വൽ അനൗൺസ്മെന്റ് എല്ലാവരെയും ഹാപ്പി ആക്കിയിരുന്നു. സച്ചിന്റെയും റീനുവിന്റെയും അമൽ ഡേവിസിന്റെയും ഒക്കെ കഥ ഗിരീഷ് ഷെഡി വീണ്ടും പറയുമ്പോൾ അത് വെറുതെ ആവില്ല എന്നൊരു ഉറപ്പ് എല്ലാവർക്കും ഉണ്ടായിരുന്നു. പിന്നെ ഭാവന സ്റ്റുഡിയോസ് എന്തെങ്കിലും കാണാതെ ഒന്നും ചെയ്യില്ലല്ലോ. ഈ പടത്തിന് വേണ്ടി മലയാളികൾ മാത്രമല്ല, തെലുങ്ക്, തമിഴ്, നോർത്ത് ഇന്ത്യൻ ഫാൻസും കാത്തിരിക്കുന്നുണ്ട്. അത് റെഡിറ്റും ട്വിറ്ററും ഒക്കെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. പക്ഷേ സിനിമ ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. ഞാനിപ്പോ ഇവിടെ പ്രേമലു 2ന്റെ കാര്യം പറയാൻ പ്രധാന കാരണവും ഞാനിത് പറയുമ്പോഴെങ്കിലും അങ്ങനെയൊന്നുമില്ല, പടം ഉടനെ തുടങ്ങുന്ന ക്രൂവിൽ ആരെങ്കിലും ഒന്ന് അഡ്രസ് ചെയ്താലോ, ഒരു അപ്ഡേറ്റ് വിട്ടാലോ. അപ്പോൾ ഇതൊക്കെയാണ് വമ്പൻ അനൗൺസ്മെന്റിൽ വന്നിട്ട് പിന്നീട് ഒരറിവുമില്ലാതെ ഡ്രോപ്പ് ആയി പോയ സിനിമകളിൽ ചിലത്. ഇനിയും ഇതുപോലെ ഒത്തിരി സിനിമകളുണ്ട്. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ സംസാരിക്കാം. നിങ്ങളുടെ അറിവിലുള്ള ഡ്രോപ്ഡ് സിനിമകൾ കമന്റിലും പറയുക. അപ്പോൾ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ.